ഞാൻ ഡോക്ടർ രാജീവ് LLH അബുദാബിയിൽ വർക്ക് ചെയ്യാണ്. സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ഈ പ്രാവശ്യത്തെ റംദാൻ, അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറയിൽ വരുന്ന പ്രശ്നങ്ങളനുസരിച്ചിട്ടുള്ള ഒരു ജനറൽ ടോക്കാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. ഈ പ്രാവശ്യത്തെ റംദാനിൽ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം കണ്ടമാനം സമയമുണ്ട്. ഏതാണ്ട് 14 തൊട്ട് 15 മണിക്കൂർ വരെ നമ്മൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇത് നോമ്പ് തുറ വരേണ്ട സമയം. ഈ സമയത്ത് നമുക്ക് ശാരീരികമായിട്ട് ഉണ്ടാവാൻ പോണ പ്രശ്നങ്ങൾ, എസ്പെഷ്യലി ഇത്രയും ലോങ് ഡ്യൂറേഷനും, പിന്നെ ഇപ്പോഴത്തെ ഈ ഫേസിൽ അങ്ങനെയാണ്. എന്താ വെച്ചാൽ ഈ മാസം അത്രയും അമിതമായിട്ടുള്ള ചൂടുള്ള സമയമാണ്. ഇതിൽ കണ്ടമാനം ഫ്ലൂയിഡ് ലോസ് ഉണ്ടാവണു, ഡീഹൈഡ്രേഷൻ ഉണ്ടാവണു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ടത് നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ നോമ്പ് തുറക്കുമ്പോൾ ആകെ നോക്കണത്, മിക്ക ആൾക്കാരും കണ്ടമാനം ഭക്ഷണം ഒരുമിച്ച് കഴിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഈ സമയത്ത് ഉണ്ടാവുന്നത്. ഇത് കാരണം ഉണ്ടാവാൻ പോണതും, ഇത് കാരണം ഉണ്ടാവുന്ന ഭവിഷ്യവും, ഇത് കാരണം ഉണ്ടാവാൻ പോകുന്ന പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒറ്റയടിക്ക് ഇത്രയും ഡ്യൂറേഷൻ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുമ്പോൾ കണ്ടമാനം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ, ഒറ്റയടിക്ക് കഴിക്കുമ്പോൾ വരാനത് ഗ്യാസ്ട്രൈറ്റിസ്. ഈ ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത് നെഞ്ഞെരിച്ചിലായിട്ടും പിന്നെ ഭയങ്കര വയറുവേദനയായിട്ട് അങ്ങനെയാണ് ആൾക്കാർ മിക്കതും വരാറ്. സോ ഇതിന് വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഇത്രയും ഈ ലോങ് ഡ്യൂറേഷൻ ഓഫ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ആദ്യം പല ഫ്ലൂയിഡ്സ് ആയിട്ട് വല്ലതും കഴിക്കുക. വെള്ളം, അതുപോലെ ഉള്ള ഫ്രൂട്ട് ജ്യൂസോ, ഇതൊക്കെ ആദ്യം തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു ഫേസ് ആയിട്ട് കഴിക്കണം. അത് ഒരു ഘട്ടമായിട്ട് കഴിക്കുക. നെക്സ്റ്റ് അതിന് നമ്മൾ മറ്റേ ഫ്രൂട്ട്സോ, അതിൽ പിന്നെ ഡേറ്റ്സ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ഷുഗർ കണ്ടൻറ്റ് ഉള്ള കാരണം നമ്മൾ ശാരീരികമായിട്ട് ആ ഷുഗറിൻ്റെ താഴ്ച വരുന്നത് ഇതൊന്ന് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഡേറ്റ്സ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ അധികം എണ്ണയില്ലാത്ത പദാർത്ഥങ്ങൾ കഴിക്കുക. മിക്കവാറും കാണുന്നത് എന്താ വെച്ചാൽ, ഈ നോമ്പ് തുറേണ്ട സമയത്ത് മിക്കവരും കഴിക്കുന്നത് എണ്ണ പദാർത്ഥങ്ങൾ, വറുത്ത സാധനങ്ങൾ, സമൂസാസ്, ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ഇത് നോർമലായിട്ട് നമ്മൾ വൈകിട്ട് ചായ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത്രയും ഈ ഡ്യൂറേഷൻ ഓഫ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഈ ഹൈ ലോഡ് ഓഫ് ഫാറ്റും ഹൈ ലോഡ് ഓഫ് ഈ എണ്ണ പദാർത്ഥങ്ങൾ കയറുമ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രോബ്ലം ഒന്നുകൂടിയും വർദ്ധിക്കുകയാണ്. സോ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു ഫേസ്ഡ് ആയിട്ട് ഇത് നോമ്പ് തുറക്കുക. ആ തുറക്കുന്ന സമയത്തും ഈ ഫ്ലൂയിഡ്സ് ഇൻക്രീസ് ചെയ്യുക. അതുപോലെ മറ്റേ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കഴിക്കുക. അല്ലാണ്ട് ഈ എണ്ണ പദാർത്ഥങ്ങൾ ആവുന്നതും ഒഴിവാക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രോബ്ലം കാരണം ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ഈ ഫാസ്റ്റിങ്ങും ഇത്രയും ഒരു ഡയറ്റിൽ ചേഞ്ചുള്ള കാരണം മിക്കവരും പിന്നെ ഈ അവരുടെ ബവൽ ഹാബിറ്റ്സ്, അതിൻ്റെ ഈ ബവൽ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശോധനയിൽ പ്രശ്നങ്ങൾ വരുന്ന കാരണം കോൺസ്റ്റിപ്പേഷൻ, അതിൻ്റെ അർത്ഥം ഈ മലം ഹാർഡാവുക. ഈ കാരണങ്ങൾ കൊണ്ടും നമുക്ക് പിന്നെയും കണ്ടുവരുന്ന പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ, മിക്കവരും പിന്നെ വരുന്നത് നമുക്ക് അപ്പൻഡിക്സിൻ്റെ പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. അപ്പൻഡിക്സ് യൂഷ്വലി എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഈ മലം കുറച്ച് നല്ലോണം ടൈറ്റ് ആകുമ്പോൾ ഈ അപ്പൻഡിക്കുലറിൻ്റെ അപ്പൻഡിക്സിൻ്റെ ഹോൾ ഇങ്ങനെ ക്ലോസ് ആകുമ്പോഴും അതുകൊണ്ടും ഈ അപ്പൻഡിസൈറ്റിസിൻ്റെ ഇത് കൂടുതൽ കാണാറുണ്ട്. ഈ പീരീഡിൽ, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തും പിന്നെ ഈ ഫാസ്റ്റിങ്ങും ഇത് കഴിഞ്ഞിട്ട് ഈ ചേഞ്ച് ഓഫ് ഡയറ്ററി ഹാബിറ്റ്സും ഇത് കൂടുമ്പോൾ വരുന്ന പ്രോബ്ലംസാണ് ഗ്യാസ്ട്രൈറ്റിസും പിന്നെ ഈ അപ്പൻഡിക്സിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രിക്കോഷൻ എടുക്കുകയാണെങ്കിൽ ഇത് പിന്നെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസിലേക്ക് പോകാണ്ടേയും, പിന്നെ ഈ എന്താ പറയുക, ഈ ഗ്യാസ്ട്രൈറ്റിസ് ആയാലും അല്ലെങ്കിൽ ഈ അപ്പൻഡിസൈറ്റിസിൻ്റെ ഇനീഷ്യൽ കോസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്.